ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കണ്ടംപററി നടന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ണൂരിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ച മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പ് നൽകിയത് അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ്. കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ബന്ധുക്കളുടെ പരാതിയിൽ പഴയങ്ങാടിലെ ഖദീജ മെഡിക്കൽ സെന്ററിലെ പോലീസ് കേസെടുത്തു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, ഒരു ഡോക്ടറെ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ ഈ ഡോക്ടറെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായി മെഡിക്കൽ ഷോപ്പർ അങ്ങനെ ചെയ്യാൻ പാടില്ല, മെഡിസിൻ മാറി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്റേതായിട്ടുള്ള കൂട്ടിച്ചേർക്കലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡോക്ടേഴ്സിന്റെ രീതി ആദ്യം മാറ്റണം എന്നുള്ളതാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസിന് പോലും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ കിട്ടുന്നില്ല. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്താണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അതിന്റെ മീനിങ്ങും അത്യാവശ്യം എനിക്കറിയാം. പക്ഷേ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ ആണിത്, കണ്ണൂർ വിഷൻ എന്ന ചാനൽ ചെയ്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരുപാട് പേര് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർക്ക് മനുഷ്യർക്ക് തിരിയുന്ന ഭാഷയിൽ എഴുതി കൂടെ എന്നൊക്കെ. അതുപോലെ മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്ററിൽ മരുന്ന് കുറിപ്പടി എഴുതണം. വേറെ ആൾ എഴുതിയിട്ടുണ്ട്, ചില ഡോക്ടർമാർ എഴുതുന്നത് പിന്നീട് അവർക്ക് പോലും വായിക്കാൻ സാധിക്കില്ല, അതാണ് ആദ്യം നിർത്തേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഒരുപാട് പേര് മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിക്കൂടെ, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതുന്ന ഗുളികയും മരുന്നും അറിയാവുന്ന ഭാഷയിൽ എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു പറയാനുള്ള ഒരു കാര്യമാണ് ഈ ഡോക്ടേഴ്സിൻ്റെ ഈ എഴുത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ആദ്യം ഇവിടുത്തെ സിസ്റ്റം മാറേണ്ടത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന രീതി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ പോലും ഡോക്ടേഴ്സിന്റെ ആ ചൈനീസ് ലാംഗ്വേജിലുള്ള എഴുത്തിലാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നത്. ഡോക്ടേഴ്സിന് എഴുതുന്ന തന്നെ ടൈം എടുത്തിട്ട് എഴുതിയാലും മതി. കാരണം 400 രൂപ പോലും OP ഔട്ട് പേഷ്യന്റ് ഫീസ് വാങ്ങുന്ന ഹോസ്പിറ്റൽസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എനിക്ക് ആ ഡോക്ടറോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ എഴുതുന്ന രീതി ഒന്ന് മാറ്റുക. വായിക്കാൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എഴുതി തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എഴുതാൻ ക്ലിയർ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചതും എന്നെയെ കാണിച്ചതും മോനെ കാണിച്ചതും വൈഫിനെ കാണിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രിസ്ക്രിപ്ഷന്റെ കോപ്പീസ് ഇപ്പോൾ ഞാൻ എടുത്തു. എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്, ഞാനത് സേവ് ചെയ്ത് വെച്ചിരുന്നു വീട്ടിൽ. അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഫിക്സഡ് ഫീ അല്ലാത്തൊരു ഡോക്ടർ ഉണ്ട്. അതായത് ആ ഡോക്ടർക്ക് എത്ര ഫീ ഒന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കുക, ഒരു ബോക്സ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ആ ഡോക്ടർ ടൈപ്പ് ചെയ്തിട്ടാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നത്. എല്ലാ മെഡിസിൻസും ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇത് ഡോസേജ് എങ്ങനെ കഴിക്കേണ്ടതെന്നും എത്ര മാസം കഴിക്കണമെന്നും എല്ലാം നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഫിറോസ് മെഡിക്കൽ സെന്റർ, പാണ്ടിക്കാട്. അപ്പൊ ഈ ഒരു മെത്തേഡിലേക്ക് ബാക്കിയുള്ള ഡോക്ടേഴ്സും മാറണം. ഈ ഡോക്ടർക്ക് ഞാൻ പറഞ്ഞു ഫിക്സഡ് ഫീ പോലും ഇല്ല. അപ്പോൾ ഫീസ് പോലും വാങ്ങാതെ ഈ ഒരു ഡോക്ടർ നമുക്ക് പ്രിന്റ് ചെയ്തിട്ടാണ് മെഡിസിൻസ് തരുന്നത്. അതുപോലെ ഇവിടെ എൻ്റെ നാട്ടിൽ എന്നോട് ഒരു ഡോക്ടർ ഉണ്ട്, അയാൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടാണ് തന്നത്. അയാളുടെ ഫീ വെറും 150-200 രൂപയേ ഉള്ളൂ, അയാളുടെ കൺസൾട്ടിങ് ഫീ. പക്ഷെ അയാൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് മെഡിസിൻ്റെ പേരും പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി തന്നിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഒരിക്കലും വായിക്കാൻ കിട്ടാത്ത രീതിയിലുള്ള എഴുത്താണ്. അത് ഒരു പക്ഷേ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് വായിക്കാൻ കിട്ടുമായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറണം. അപ്പോൾ ഡോക്ടർ കാണിക്കുമ്പം ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ തരുന്ന ഡോക്ടറെ കാണിക്കാൻ നോക്കുക. കുറച്ച് ദിവസം മുൻപ് ഉപ്പ ഡോക്ടറെ കാണിച്ചു വന്നിട്ട് എന്നോട് ഇതെന്താ ഡോക്ടർ എഴുതിയതായിരുന്നു മരുന്നാന്ന് വെച്ചാൽ നമുക്ക് തന്നെ വായിക്കാൻ കിട്ടുക. നമുക്ക് വിദ്യാഭ്യാസമായിട്ട് കാര്യമുണ്ടോ? വായിക്കാൻ കിട്ടുന്ന രീതിയിൽ അവർ എഴുതി തരണ്ടേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് പ്രിന്റഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുള്ള ഫീ നിങ്ങൾ ഓൾറെഡി വാങ്ങുന്നതാണ്. അവർക്ക് ടൈം ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് മതി, 60 സെക്കൻഡ് മതി 5 മെഡിസിൻ്റെ പേര് നല്ല രീതിയിൽ എഴുതി തരാൻ. അവർ എഴുതി തരുന്നില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറണം. ആ ഒരു സിസ്റ്റം മാറിയാൽ നമുക്ക് തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഈ മരുന്ന് എന്തിനുള്ളതെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിൾ പറഞ്ഞുതരും ഇതിൻ്റെ ഉപയോഗങ്ങൾ ഇന്നതൊക്കെയാണ്. മെഡിക്കൽ ഷോപ്പത്തെ ബില്ല് അത് പ്രിന്റഡ് ആയിരിക്കും. അത് നോക്കിയിട്ടാണ് ഞാൻ മരുന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കാറുള്ളത്, ഈ മരുന്ന് എന്തിനുള്ളതാണ്. എൻ്റെ മനസ്സിൽ എന്നോ വന്നതാണ്, ഈ ഡോക്ടർ എഴുതിയ മരുന്ന് തന്നെയാണോ മെഡിക്കൽ ഷോപ്പർ തരുന്നതെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നമുക്കത് വായിക്കാൻ കിട്ടുന്നില്ല, ഡോക്ടറുടെ ലാംഗ്വേജ് എഴുതുന്ന രീതി എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറണം. അപ്പോൾ എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഇത് എന്നോ ഇവിടെ വരേണ്ട ഒരു നിയമമാണ്. അഥവാ ഡോക്ടേഴ്സ് മനുഷ്യന്മാർക്ക് തിരിയുന്ന രീതിയിൽ എഴുതിയിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരണം എന്നുള്ളത്. അവരത്രയും ഫീസ് വാങ്ങുന്ന ഡോക്ടേഴ്സാണ്. ഫീസ് വാങ്ങിയാലും ഇല്ലെങ്കിലും അവർ ഈ ഒരു രീതിയിൽ എഴുതി തരണം. ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി തരാം, അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ട് നമുക്ക് ഡോക്യുമെന്റ് തരാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ മനുഷ്യന്മാർക്ക് വായിക്കാൻ കിട്ടുന്ന രീതിയിൽ എഴുതി തരാം. ഓക്കെ, ഈ ഒരു സിസ്റ്റം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് അത്രയും സീരിയസ് ആയത്. ഒരു പക്ഷേ ഇതേ ഇഷ്യൂ വലിയ വലിയ ആളുകൾക്ക് സംഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. ഈ കുട്ടിക്ക് അസുഖം വന്ന് 2ാമത് കാണിച്ചപ്പോഴാണ് ഈ മെഡിസിൻ്റെ ഹൈ ഡോസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ എത്ര പേരാണ് കിഡ്നിക്ക് പ്രശ്നം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്? ഒരുപക്ഷെ ഈ മെഡിസിൻ കൊണ്ടല്ല നമുക്ക് പറയാൻ പറ്റുമോ?
ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് കിട്ടിയ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ ഇത് പ്രിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവർ ഡോക്ടർ എഴുതിയ ഈ ചൈനീസ് ലാംഗ്വേജിൽ എഴുതിയ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് നമുക്ക് മെഡിസിൻ തരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറണം.